അരക്കൽ രഘുവിന്റെ പാടത്തുള്ള മികവ്. എടോ, ഞാൻ എന്തായാലും ഇതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. ഇനി എന്തായാലും വേറൊരു ചോയ്സ് ഇല്ല. ആ പാടത്തിറങ്ങുമ്പോൾ ഒരു സുഖം, ചെളിയിൽ ചവിട്ടുമ്പോൾ ഒരു തണുപ്പ്, കയ്യിലും കാലിലും കഴുക്ക് പറ്റി വരമ്പത്തിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റ്, എന്താ പറയാ, ഈ ജീവിതം തന്നെ മാറ്റിമറിക്കാന്നൊക്കെ പറയില്ലേ. നന്നായി കൊത്തിക്കളിച്ചതല്ലേ? നാളെ നല്ല ശരീരവേദനയായിരിക്കും. കൈയും കാലും ഒക്കെ വേദനിക്കും. പിന്നെ പ്രായത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് നടുവിന് നല്ല വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അയ്യോ, അങ്ങനെ കൊണ്ടാവാൻ സാധ്യതയുണ്ടോ? പിന്നുണ്ടാവാതെ. പെട്ടെന്ന് ഒരു ദിവസം ഓടിച്ചെന്ന് പാടത്ത് കൊത്തിക്കളിച്ച വേദന എടുക്കില്ലേ? നാളെ അങ്ങ് അനുഭവിച്ചാ മതി. എന്താടോ തന്നൊരു ആശംസ? ഞാൻ തന്നെ അനുഭവിച്ചോളാം. പിന്നെ കഞ്ഞിയും കപ്പപ്പുഴുക്കൊക്കെ റെഡിയായില്ലേ? ഞാൻ അത് കഴിക്കേണ്ടി വരുവേ. അമ്മ, നമുക്കിവിടെ കുറച്ച് പച്ചമുളകും അത്യാവശ്യം അടുക്കളയിലേക്ക് എടുക്കാവുന്ന എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ചാലോ? ഓ, ഞാൻ 1-2 തവണ നോക്കിയതാ മോളെ, പിന്നത് വേണ്ടാന്ന് വെച്ചു. അവിടെ വീട്ടില് കൃഷിയായിരുന്നല്ലോ. എനിക്ക് ഒരുവിധം നന്നായിട്ട് അറിയാവുന്ന കാര്യം അതാ. അമ്മ ഒരു കാര്യം ചെയ്താൽ മതി. അച്ഛനോട് കൃഷി വകുപ്പിൽ നിന്നോ ഏതെങ്കിലും ഗാർഡനിൽ നിന്നോ കുറച്ച് തൈകൾ വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ മതി. നമുക്ക് ഇവിടൊക്കെ വെച്ച് പിടിപ്പിക്കാം. നടുന്നതൊക്കെ കൊള്ളാം, ഈ നോക്കാനും നനയ്ക്കാനും ഒന്നും എന്റെ കയ്യെത്തില്ല. ഞാൻ നോക്കിക്കോളാം. ആ, അയ്യോ, അവിടെ അടുക്കളയില് ഞാൻ അരി അടുപ്പിലിട്ടിരുന്നു, നോക്കട്ടെ. ആ, എന്താ മോളെ? അച്ഛന്റെ ഫോണ് കാണില്ലാന്ന്. അതിപ്പോ എവിടെ പോവാനാ? ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കാം. അച്ഛൻ എവിടെ വെച്ചെന്ന് ഓർത്തു നോക്കിയേ. ഡൈനിങ് ടേബിൾ അങ്ങനെ വെച്ചോ? അവിടെ എങ്ങും ഇല്ലെന്നേ. ഇനി സോഫയുടെ അടിയിലുണ്ടെങ്കിലോ? ഹരി, റേഞ്ച് ഇല്ലെന്നാ പറയുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എവിടെ പോയെന്ന് ഒരു പിടിയില്ലല്ലോ. ഞാൻ ഈ കട വരെ പോയതാ. അതല്ലെന്നേ, പിന്നെ എന്റെ ഫോൺ കാണുന്നില്ല. വാ, ഫോൺ ഇപ്പൊ എവിടെ പോയ? പാട വരുമ്പത്തെങ്ങാനും വെച്ചോ? ആ, അവിടെ ആണെങ്കിൽ കിളുത്ത് കാണും. അമ്മാവാ. ഹലോ വേണു, എവിടെയാടാ? ഞാനിപ്പോ എവിടെയാണെന്ന് നിനക്ക് ഊഹിച്ച് പറയാൻ പറ്റുമോ?
അല്ല. പിന്നെ എവിടെയാടാ? നീ നിത്യം കൂട്ടി കറങ്ങാൻ ഇറങ്ങിയതാണോ? ആ, നിത്യന്റെ കൂടെ ഉണ്ട്. ഞാൻ ഞങ്ങളുടെ പാടത്താടാ. ഈ നേരത്ത് നീ അവിടെ എന്തെടുക്കുവാ? പാടത്തെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രിയും പകലുമൊക്കെ ഉണ്ടോടാ. ഞാനിങ്ങി പോകുന്നു. ഓ, കർഷകനായ കവിയുടെ ഹണിമൂൺ. പണ്ട് നീ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയിലുണ്ട്. കെട്ടുന്ന പെണ്ണിനെയും കൊണ്ട് പാടത്തിന് നടുവിൽ വന്നിരുന്ന് ആകാശം നോക്കിയിരിക്കുമെന്നൊക്കെ. നീയപ്പോ ഒന്നും മറന്നിട്ടില്ലായിരുന്നല്ലേ? എങ്ങനെ മറക്കാനാടാ? ആ അതെ, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. എടാ, നിനക്കെന്തെങ്കിലും അത്യാവശ്യമായിട്ട് പറയാനുണ്ടോ? ഏയ് ഒന്നുമില്ലടാ, വെറുതെ നിന്റെ കൂടെ കുറച്ചു നേരം സംസാരിച്ചിരിക്കാന്ന് കരുതി വിളിച്ചതാ. പക്ഷേ ഇപ്പൊ നമ്മള് സംസാരം തുടങ്ങിയാലേ നിന്റെ കൂടെയുള്ള പെണ്ണിന് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നീ വെച്ചോ. ഓക്കേടാ, എന്നാ ഞാൻ നിന്നെ സൗകര്യം പോലെ അങ്ങോട്ട് വിളിച്ചോളാം. ശരിടാ. ആ. അതെ, ഈ ഫോൺ ഏതാ? എന്റെ ഫോൺ അപ്പോ നമ്മൾ അന്വേഷിച്ചു വന്ന ഫോൺ ഏതാ? ഇത് തന്നെ. ഇത് കയ്യിലുണ്ടെന്ന് ഹരിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ നേരത്തെ വിളിച്ചപ്പോ ഇത് സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. ഞാൻ ഓഫ് ചെയ്തതാ. എന്തിന്?